ഈ തെരഞ്ഞെടുപ്പുകളുടെ ഒരു അവിഭാജ്യ ഘടകമാണ് പ്രസംഗങ്ങൾ. നാടുനീള പ്രസംഗങ്ങളാണ്. നരേന്ദ്രമോദി മുതൽ രാഹുൽ ഗാന്ധി മുതൽ ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ വരെ പ്രസംഗിക്കും. ബും ബും എന്ന് പറഞ്ഞു. അതെ അതെ അതെ. നമുക്ക് സൗകര്യമില്ലാത്തൊരു കാലാവസ്ഥ. ഇപ്പോൾ ചൂട് കാരണം ഒരല്പം ശമനമുണ്ട്. എന്നാലും ഈ പ്രസംഗങ്ങളുടെ അതൊരു കല കൂടിയാണല്ലോ. അതിൽ ടിജിയെ വല്ലാതെ ആകർഷിച്ച ഏതെങ്കിലും പ്രസംഗത്തിലെ പ്രയോഗങ്ങളോ എന്തെങ്കിലും കാര്യമുണ്ടോ തെരഞ്ഞെടുപ്പ് കാലത്ത്? ഇല്ല, അങ്ങനെ പ്രയോഗങ്ങളൊന്നും ഇപ്പം ഈ പഞ്ച് ഡയലോഗുകളുടെ കാലം കഴിഞ്ഞു എന്നല്ല, ഇപ്പം ആർക്കും അത് അറിഞ്ഞുകൂടാ. വാസ്തവത്തിൽ അച്യുതാനന്ദനായിരുന്നു ഏറ്റവും അവസാനത്തെ പൊളിറ്റീഷ്യൻ. പഞ്ച് ഡയലോഗുകൾ ഉപയോഗിക്കുന്ന ആൾ. ശരീരഭാഷ, വാക്കുകൾക്ക് കൊടുക്കുന്ന എംഫസിസ് അദ്ദേഹത്തിൻ്റെ ഒരു ചിലപ്പോഴൊക്കെ വഷളായിട്ടും തോന്നാറുണ്ട്. എന്നാലും ഒരു പഞ്ചിങ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കേരള രാഷ്ട്രീയത്തിൽ അത് അസ്തമിച്ചു. ദേശീയ രാഷ്ട്രീയത്തിൽ ഞാൻ നോക്കിയാൽ ഈ ഹൃദയത്തോട് സമ്മതിക്കുന്ന ചില മനുഷ്യരുണ്ട്. അതിലൊരാൾ ഗഡ്കരിയാണ്. ഈ ഒരു ബഹളവുമില്ലാതെ ചിരിച്ചുകൊണ്ട് സംസാരിക്കും. ആ സംസാരം മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും പറയുന്നത് ആത്മാർത്ഥമായിട്ടാണ്. ഇപ്പോൾ ഗഡ്കരി ഒരു 3 വർഷം മുമ്പ് പ്രഖ്യാപിച്ചു, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ പോസ്റ്ററോ ബാനറോ ഒന്നും ഉപയോഗിക്കില്ല, അതിൻ്റെ ആവശ്യമില്ല, സൗകര്യമുള്ളൊരു അങ്ങനെ ഇതല്ല. പുള്ളി ഒരു പ്രിൻസിപ്പിൾ, അനാവശ്യമായിട്ട് ഭിത്തി വൃത്തികേടാക്കുക, വേണ്ടാത്ത എത്ര കടലാസ്, എത്ര ഫ്ലക്സ്, പ്ലാസ്റ്റിക് ഇതൊക്കെ വെച്ചിട്ട് പുള്ളി പറഞ്ഞു ഞാനായിട്ട് ഇനി മലിനപ്പെടുത്തുന്നില്ല. ഇത് അപ്പോൾ അന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ വളരെ മുമ്പാണ്, പോട്ടെ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ പുള്ളി വീണ്ടും ഇത് പ്രസംഗിച്ചു. അത് ചെയ്ത് കാണിച്ചു. ഗഡ്കരിയുടെ ഒരൊറ്റ പോസ്റ്ററില്ല, ഒരു ബാനറില്ല. അപ്പോൾ അത് പ്രസംഗത്തിൽ ഗഡ്കരി പറഞ്ഞു എനിക്ക് പോസ്റ്ററില്ല, ബാനറില്ല. കാരണം എൻ്റെ പെർഫോമൻസിന് വോട്ട് ചെയ്യാനുള്ളവർ ചെയ്യും, ചെയ്യാത്തവർ ഞാനിനി എന്ത് തലകുത്തി മറിഞ്ഞാലും അവർ ചെയ്യാൻ പോകുന്നില്ല. സത്യമല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ ഹൃദയത്തോട് സമ്മതിക്കുന്ന ഒരാൾ. വോട്ടർമാർ നിങ്ങൾ അവരെ എങ്ങനെയൊക്കെ മണിയടിച്ചാലും കള്ളു കൊടുത്താലും പിടിച്ചാലും ഒന്നും അവർ തിരിച്ച് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അതനുസരിച്ച് വോട്ട് ചെയ്യും. അപ്പം ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് ബോധ്യമുള്ളവർ എനിക്ക് വോട്ട് ചെയ്യുക. അതിന് ഞാൻ അവരുടെ മുമ്പിൽ പോയിട്ടൊരു പോസ്റ്റർ ഒട്ടിക്കേണ്ട കാര്യമില്ല. ഞാൻ ജീവനോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. പോസ്റ്ററില്ല, ബാനറില്ല, ഭക്ഷണമില്ല, കുപ്പിയില്ല. ബാട്ട്ലി നഹി ദേണാർ. അവിടെ മഹാരാഷ്ട്രയിലേക്ക് കുപ്പിക്ക് ബോട്ടിൽ എന്നുള്ളതാണ് ബാട്ട്ലി. ബാട്ട്ലി നഹി ദേണാർ, ഖാന നഹി ദേണാർ, ഖാവു നഹി ദേണാർ. തിന്നാനും സമ്മതിക്കില്ല, കൈക്കൂലി വാങ്ങാൻ സമ്മതിക്കില്ല. മീ കാണാർ നീ തുമാല ഖാവു ദേണാർ നീ, ഞാൻ തിന്നില്ല, നിങ്ങളെ തീറ്റിക്കുകയുമില്ല, കൈക്കൂലി. ഞാൻ പറഞ്ഞത് ചെയ്യും, അത്രേ ഞാൻ പറയുള്ളൂ, ചെയ്തത് മാത്രമേ പറയുള്ളൂ. അത് ബോധ്യം വന്നവർ എനിക്ക് വോട്ട് ചെയ്യുക, അല്ലാത്തവർ ചെയ്യില്ല. ഞാനവരോട് എത്ര കെഞ്ചിക്കേണ് പറഞ്ഞാലും അവർ ചെയ്യില്ല. ഞാനുണ്ടാക്കിയ റോഡല്ല, അത് ഞാനുണ്ടാക്കിയതെന്ന് പോലും അദ്ദേഹം പറയുന്നില്ല. സർക്കാരിന് വേണ്ടി ഉണ്ടാക്കിയ റോഡ്, കേന്ദ്ര സർക്കാരിൻ്റെ മൊത്തം പ്രോജക്റ്റുകൾ, തോട്, നദി, അണക്കെട്ട്, പാലം, റെയിൽവേ, അതിൻ്റെ കൂടെയുള്ളതാണ് റോഡ്. അല്ല റോഡ് പ്രത്യേക വലിയ മഹത്വമാണെന്ന് പുള്ളി പറയുന്നില്ല. പക്ഷേ പുള്ളിയുടെ ഓഫീസിൽ പുള്ളി എഴുതി വച്ചിട്ടുണ്ട്, പണ്ട് ജോൺ എഫ് കെന്നഡി പറഞ്ഞതാണത്, അമേരിക്കയ്ക്ക് കാശുള്ളത് കൊണ്ടല്ല അമേരിക്കയിൽ നല്ല റോഡുകൾ ഉണ്ടായത്, അമേരിക്കയിൽ നല്ല റോഡുകൾ ഉണ്ടായത് കൊണ്ടാണ് അമേരിക്കയ്ക്ക് കാശുണ്ടായത്. ഇതാണ് അതിൻ്റെ അർത്ഥം. അമേരിക്ക ഹാവ് ഗുഡ് റോഡ്സ് നോട്ട് ബിക്കോസ് അമേരിക്ക ഈസ് റിച്ച്. അമേരിക്ക ബിക്കെയിം റിച്ച് ബിക്കോസ് ഓഫ് ഗുഡ് റോഡ്സ്. അത് ഫ്രേസ് കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല, ജോൺ എഫ് കെന്നഡിയുടെ പ്രയോഗം. ഇത് ഗഡ്കരിയുടെ ഓഫീസിലും എഴുതി വെച്ചിട്ടുണ്ട്. നല്ല റോഡുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പണക്കാരാകും. റോഡെടുത്ത് തിന്നാൻ പറ്റുമോ? പട്ടിണി മാറുമോ? കേരളത്തിലൊരു പട്ടിണി മാറുമോ? റോഡ് മാറും. റോഡുണ്ടാക്കിയാൽ പട്ടിണി മാറും. പ്രതിമ ഉണ്ടാക്കിയും പട്ടിണി മാറ്റിയിട്ടുണ്ട്. അത് സർദാർ പട്ടേലിൻ്റെ പ്രതിമയിൽ നിന്നുള്ള വരുമാനം നോക്കിയാൽ മതി.
തുള്ളി കിട്ടിയെന്നു എനിക്കറിയാമില്ല. കേരളത്തിൽ ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്ത ഇങ്ങനത്തെ ഒരു ഈ ഗഡ്കരി പറഞ്ഞല്ലോ, കൈക്കൂലി ഞാൻ വാങ്ങുകയില്ല, നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കുകയില്ല. കേരളത്തിൽ ഇതുപോലെയാണ്. ഒരു നല്ല കാര്യം ചെയ്യിക്കുകയില്ല. ഞാനോ ചെയ്യില്ല, സുനിലിനെ ഞാൻ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇങ്ങനെ ഉടക്ക് വയ്ക്കുന്നപ്പോൾ അവസാനം അവരവരുടെ തന്നെ പ്രോജക്റ്റിന് അവരവർ തന്നെ ഉടക്ക് വയ്ക്കുന്നു. CPM ഒരു പ്രോജക്റ്റുമായിട്ട് പുറപ്പെടുന്നു, CPM തന്നെ അതിന് ഉടക്ക് വയ്ക്കുന്നു. അത് സംസ്ഥാന സമിതി ഉടക്ക് വെച്ചു, ജില്ലാ സമിതി ഉടക്ക് വെച്ചു, CITയുടെ ഉടക്ക്, DYFI ഉടക്ക്, ആ ഉടക്ക് ഈ ഉടക്ക് ഒക്കെ കഴിഞ്ഞിട്ടാണ് അവരുടെ ഭാഗത്തു നിന്നൊരു പ്രസ്ഥാനം പുറത്തു വരുന്നത്. വന്നു കഴിയുമ്പോൾ കോൺഗ്രസ് ഉടക്ക്, BJP ഉടക്ക്, സർവത്ര ഉടക്ക്. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇതുപോലത്തെ ഭോഷ്കിനൊന്നും ഗഡ്കരി കൂട്ടു നിൽക്കാറില്ല. ഗഡ്കരിയോട് അന്ന് പറഞ്ഞല്ല, ഭൂമി ഏറ്റെടുക്കാനുള്ള കാശ് ഞങ്ങളിലില്ല, ശരി അത് ഞാൻ എടുത്തോളാം. പുള്ളി അത് വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞു. ഇവിടെ വെച്ചൊല്ലി വലിയ തർക്കമൊക്കെ നടക്കുന്നുണ്ട്. ഗഡ്കരി അത് വിട്ടു, ശരി നിങ്ങളുടെ പൈസയിൽ അതും കൂടെ ഞാൻ തന്നേക്കാം. ഇപ്പോൾ ഫലത്തിൽ നമ്മുടെ ഹൈവേ സൗജന്യമായിട്ട് കേന്ദ്രം ചെയ്യുകയാണ്. ഒരു പൈസ കേരളത്തിന് മുടക്കില്ല. ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ പുള്ളി പറഞ്ഞു, നമ്മൾ 2ാം സ്ഥാനത്തെത്തി. 1 അമേരിക്ക, 2 ചൈന, 3 ഇന്ത്യ. നേരത്തെ 4ആയിരുന്നു ഇന്ത്യ, ഇപ്പോൾ 3ആയി. 3ാം സ്ഥാനത്ത് ജപ്പാനായിരുന്നു. ജപ്പാനെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കും. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ജപ്പാനെ കടത്തിവിട്ടിട്ട് 3ാം സ്ഥാനത്ത് ഇന്ത്യ എത്തിയിരിക്കുന്നത്. എത്ര പേർക്കറിയാം ഈ കാര്യം? ഭീകരമാണ് ഇന്ത്യയുടെ. ഭീകരം എന്നുള്ളത് ഭയപ്പെടുത്തുന്ന അർത്ഥത്തിലല്ല, ഫെൻറ്റാസ്റ്റിക് എന്ന അർത്ഥത്തിൽ. നമ്മൾ ഭയങ്കരത്തിന് മലയാളത്തിൽ പല അർത്ഥങ്ങളാണല്ലോ. ഭയങ്കര ഭംഗി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അല്ല, അതിൻ്റെ ആ മീനിങ് പോയി, ഇപ്പോൾ ഈ മീനിങ് ആയിട്ട് മാറി. കോണ്ടെക്സ്റ്റിനനുസരിച്ച് മീനിങ് മാറുന്നത് എന്തുമായിക്കോട്ടെ. ഈ രീതിയിലുള്ള വളർച്ച ഇതിൽ ഗഡ്കരിയുടെ സംഭാവനയുണ്ട്. നാഗ്പൂർ കോർപ്പറേഷനിൽ ഓടുന്ന ഏകദേശം 90% വണ്ടിയും ഇലക്ട്രിക് വണ്ടികളാണ്. ഇലക്ട്രിക് വണ്ടികളുടെ മാനുഫാക്ചറിങ് കൂടിക്കൂടി വരുന്നു. താമസിയാതെ നമ്മുടെ നിരത്തിലും ഇലക്ട്രിക് വണ്ടി വരും. ഇപ്പോൾ ആൻ്റണി രാജുവും ഗണേഷ് കുമാറും തമ്മിലൊരു തർക്കമൊക്കെ ഉണ്ടായി ഇലക്ട്രിക് വണ്ടിയിൽ. ഫൈനലി എനിക്ക് തോന്നുന്നത് ഗണേഷ് കുമാർ റിയലൈസ് ചെയ്തു ഇലക്ട്രിക് വണ്ടി മതി എന്ന് തീരുമാനിച്ചു എന്ന് തോന്നുന്നു. പിന്നെ ആ വിവാദം എവിടെ പോയി അവസാനിച്ചു എന്നറിയില്ല. കാരണം ഇതിലൊക്കെ ഈ വ്യവസായികളുടെ ലോബി ഉണ്ടാകും. ടാറ്റ, ലെയ്ലാൻഡ് വെറുതെ ഇരിക്കില്ല, അവർ പല രീതിയിലുള്ള ഫീഡ്ബാക്ക് കൊടുക്കും. ആസാമിലെ ഇലക്ട്രിക് വണ്ടികൾ മുഴുവൻ തീ പിടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞുള്ള റിപ്പോർട്ടൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. അത് സംഭവം ശരിയായിരിക്കും, അവിടെ എന്തെങ്കിലും തീപിടുത്തമൊക്കെ ഉണ്ടായി കാണും. ഇതൊക്കെ ഈ ഇലക്ട്രിക് ബസ്സിൻ്റെ കുഴപ്പം കൊണ്ടാവണമെന്നില്ല. ബട്ട് അതുപോലത്തെ റിപ്പോർട്ട്, പിന്നെ ഫിലഡൽഫിയയിൽ ഇങ്ങനെ സംഭവിച്ചു, സിഡ്നിയിൽ അങ്ങനെ പറ്റി എന്നൊക്കെ പറഞ്ഞുള്ള ഇതൊക്കെ കൊടുത്ത് മന്ത്രിമാരെ, സെക്രട്ടറിമാരെയൊക്കെ സ്വാധീനിക്കാനുള്ള ശ്രമമൊക്കെ. കാരണം അവർക്ക് അവരുടെ കച്ചവടം നടക്കണ്ടേ. അപ്പോൾ ദാറ്റ് എ പാർട്ട് ഗഡ്കരി ഇത് ചെയ്ത് കാണിച്ചു. ഗഡ്കരി അനൗൺസ് ചെയ്തതും ചെയ്ത് കാണിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, ഒന്ന് ഹൈഡ്രജൻ ഡ്രിവൺ കാർ. ടൊയോട്ടക്കാർ പുള്ളിയെ കാണാൻ വന്നിരുന്നു. ടൊയോട്ടയുടെ പ്ലാന്റ് തുടങ്ങാനോ അങ്ങനെ. പുള്ളി പറഞ്ഞു പ്ലാന്റൊക്കെ നമുക്ക് തുടങ്ങാം, അതിന് മുമ്പ് ഇതെനിക്ക് പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ ഡ്രിവൺ കാർ 1 മാസത്തിന് നിങ്ങൾക്ക് ഡൽഹിയിൽ ഡെലിവറി ചെയ്യാൻ പറ്റുമോ? എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ്. അവർ പറഞ്ഞു 1 month ഈസ് ടു മച്ച്, ബട്ട് ദെൻ ഒരു വണ്ടിയല്ലേ ചെയ്യാം. പുള്ളി ഇത് അനൗൺസ് ചെയ്തു. ഇവരോടും പറഞ്ഞു, ഞാൻ പുറത്ത് പറയും, നാണക്കേടാക്കരുത്, നാണക്കേട് നിങ്ങൾക്ക് വരുള്ളൂ. ടൊയോട്ട വിചാരിച്ചിട്ട് 1 മാസമായിട്ട് ഒരു കാർ ഉണ്ടാക്കാൻ പറ്റിയില്ല. അവർ ധൈര്യമായിട്ട് പറഞ്ഞു 1 മാസം കഴിഞ്ഞ് 31ാം ദിവസം ഗഡ്കരി ഡൽഹിയിലൂടെ ഈ ഹൈഡ്രജൻ ഡ്രിവൺ കാറുമായിട്ട് പാർലമെൻറ്റിലേക്ക് വന്നു. അദ്ദേഹം സ്വന്തം മേടിച്ച കാറാണ്, സർക്കാരിൻ്റെ പൈസയൊന്നുമല്ല. ജസ്റ്റ് ടു ഷോ ദാറ്റ് ദിസ് ഈസ് പോസിബിൾ. ആൾക്കാർ പറഞ്ഞു ഹൈഡ്രജൻ ഫ്യൂവൽ അതാണ് ഇതാണെന്ന് പറഞ്ഞപ്പോൾ ട്വിറ്ററിലൊക്കെ എനിക്ക് നേരെ ആക്രമണമല്ല, ബട്ട് ദെൻ ദർ വാസ് സയൻറ്റിഫിക് ആർഗ്യുമെൻറ്റ്സ്. ഇതിങ്ങനെയാണ്, ഇലക്ട്രിക് ഇത് കൊള്ളില്ല, ഹൈഡ്രജൻ പോസിബിളല്ല, അതല്ല ഇതല്ല. ഇതൊക്കെ നിൽക്കുമ്പോഴും ഗഡ്കരി മദ്രാസ് IITയിൽ നമ്മുടെ സ്വന്തമായ ബാറ്ററി ഡെവലപ്പ് ചെയ്തു. കടൽ വെള്ളം പ്രോസസ്സ് ചെയ്തിട്ട് എന്തോ അതിൽ നിന്ന് ലിത്തിയം എടുക്കുക, സംതിങ് ലൈക്ക് ദാറ്റ്. അതിൻ്റെ ടെക്നോളജിയൊക്കെ മദ്രാസ് IITയോട് പറഞ്ഞു, ക്യാൻ യു ഡൂ ദിസ്? അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്യാം സാർ. പിള്ളേരാണ്, ഫൈനൽ ഇയർ പിള്ളേരും പ്രൊഫസർമാരും കൂടെയാണ്. അവരത് ടൈപ്പ് ഡെവലപ്പ് ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ അത് ഏറ്റെടുക്കാൻ ആളുണ്ടായി. ഹരിയാനയിലൊരു ഫേം പറഞ്ഞു
ഞങ്ങൾ മാസ് പ്രൊഡക്ഷൻ ഞങ്ങൾ നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഭീമമായ ഡെവലപ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ചെയ്ത ഗഡ്കരിക്ക് വോട്ട് ചെയ്യാനായിട്ട് ഒരു പോസ്റ്റർ എഴുതി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചിലാണ്. നിങ്ങൾക്കും കുറച്ചിലാണ്, എനിക്കും കുറച്ചിലാണ്. അതുകൊണ്ട് ഞാൻ പോസ്റ്റർ ഒട്ടിക്കുന്നില്ല, ബാനർ കെട്ടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് വോട്ട് ചെയ്യേണ്ടവർ എനിക്ക് വോട്ട് ചെയ്യും, എനിക്ക് വോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിച്ചവരുണ്ട്, അവർ ചെയ്യില്ല. അല്ല ടിജി, ഇത് ഇന്ത്യയിൽ ഗഡ്കരി അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരനും ഇതിനുള്ള ധൈര്യം ഉണ്ടാവുമോ? പ്രയാസമാണ് ഇങ്ങനെ പറയാൻ, അത് തോൽവിയെ ഭയക്കാത്തൊരു മനുഷ്യൻ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ തിരഞ്ഞെടുപ്പിൽ തോറ്റുപോയി എന്ന് വെച്ചോ, തോറ്റുപോകും. നാഗ്പൂർ അങ്ങനെ ഒരു BJP സ്വഭാവമുള്ള മണ്ഡലമില്ല. ഹിസ്റ്റോറിക്കലി സ്പീക്കിംഗ് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമാണത്. നാഗ്പൂർ RSSൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. മോഹൻജി ഭാഗവത്തിൻ്റെ മൂക്കിന് താഴെ എന്നൊക്കെ, മൂക്കിന് വെച്ചാൽ അവിടെ ഹെഡ്ക്വാർട്ടേഴ്സ് വെച്ചു, അവിടെ എന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ ആൾക്കാർ മുഴുവൻ BJPക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇതൊക്കെ വെറുതെ പറയാമെന്നേ ഉള്ളൂ. RSSൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന സ്ഥലം. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാറുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന BJP കക്ഷിയിൽ ഒരു പക്ഷേ ഏറ്റവും സൗമ്യനും അധികം സംസാരിക്കാതിരിക്കുകയും എന്നാൽ എല്ലാ രാഷ്ട്രീയ എതിരാളികൾക്കും സ്വീകാര്യനായ ഒരു വ്യക്തിയാണ് നിതിൻ ഗഡ്കരി. എന്നിട്ട് നമ്മുടെ കേരളത്തിൽ വലിയ BJPയുമായി ശത്രുതയുള്ള CPM ഭരിക്കുമ്പോൾ നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെ വീട്ടിൽ അദ്ദേഹം അതിഥിയായി വന്ന് ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അത് ചില അന്തർധാരയാണെന്ന് എതിർപക്ഷം പ്രചരിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഈ എന്തിനും നമുക്കൊരു അന്തർധാര കണ്ടുപിടിക്കാം, എന്ത് കാര്യത്തിനും. ആത്യന്തികമായിട്ട് നമ്മളൊക്കെ മനുഷ്യരാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെ വിടുക, സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു 10% ഓക്കുപ്പൈ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ മഹാരാഷ്ട്രയിൽ ദീർഘകാലം താമസിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിലോ അങ്ങനെ രാഷ്ട്രീയമേ സംസാരിക്കാറില്ല. തെരഞ്ഞെടുപ്പിന് ഒരു 2 ആഴ്ച മുമ്പ് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ജീപ്പ് കടന്നു പോകും, ഇന്നാൾ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. ഒരു ഒറ്റ ട്രിപ്പ് ഞാൻ കണ്ടിട്ടുള്ളത് കോൺഗ്രസിൻ്റെ ഒരു ജീപ്പ് അതിലേ പോയി. അവിടെ ജയിച്ചത് BJP ആയിരുന്നു അന്ന് ഞാൻ താമസിക്കുമ്പോൾ ലോക്സഭാ നിയോജകമണ്ഡലത്തിൽ. പക്ഷേ കോൺഗ്രസിൻ്റെ ജീപ്പാണ് ഞാൻ കണ്ടത്, BJPയുടെ ഒരു ചുക്കും കണ്ടിട്ടില്ല. ബട്ട് ജയിച്ചത് BJP ആണ്. തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ ശല്യം ചെയ്യുന്നൊരു ഏർപ്പാടൊന്നുമില്ല. രാമകരില്ലാതെ പ്രസംഗിക്കുക, വീട് തോറും കയറുക, ഡോർ ടു ഡോർ ക്യാൻവാസിങ്, അങ്ങനെയൊന്നുമില്ല. ഒന്നാമത് ഡോർ ടു ഡോർ ക്യാൻവാസിങ് നടക്കില്ല. ഒന്ന് ബോംബെയിൽ പൂനെയിലൊക്കെ ആലോചിച്ച് നോക്കി, വലിയ ഹൈറൈസ് ഫ്ലാറ്റുകളാണ്. അതിനകത്തേക്ക് കടക്കണമെങ്കിൽ അതിനകത്ത് താമസിക്കുന്ന ഒരാൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യണം. സെക്യൂരിറ്റി വിളിച്ച് ചോദിക്കും, ഇങ്ങനെ ആൾ വന്നിട്ടുണ്ട് നിങ്ങളെ കാണാൻ. എനിക്ക് കാണണ്ടെന്ന് അയാൾ പറഞ്ഞ് നിങ്ങളെ കയറ്റില്ല. നിങ്ങളെങ്ങനെയാണ് ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്താൻ പോകുന്നത്? യു ജസ്റ്റ് കനോട്ട്. ഇപ്പം ഈ ബുദ്ധിമുട്ട് അവിടെ ക്യാമ്പയിൻ നടക്കുന്നില്ല. ഇപ്പോൾ റൈറ്റ് നൗ യു സി എറണാകുളത്ത് ഫ്ലാറ്റുകളിൽ എന്ത് ക്യാമ്പയിൻ, എന്ത് ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടക്കുന്ന വിചാരം? തിരുവനന്തപുരത്തെ ഫ്ലാറ്റുകളിൽ വലിയ പ്രയാസമാണ്. നിങ്ങൾക്ക് ആ ഫ്ലാറ്റിൽ 1-2 സുഹൃത്തുക്കളുണ്ടാകുക, അവരെ പോയി നിങ്ങൾക്ക് കാണാം. ബാക്കിയുള്ളവരെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഡോർബെൽ അടിച്ചിട്ട് അവിടെ ഒരു അമ്മച്ചി ഉണ്ടാകും, അവരൊന്ന് ഡോറ് തുറക്കും. ആരാ? ഞാൻ വോട്ട് ചോദിക്കാൻ വന്നതാണ്, പട്ടയെന്ന് പറഞ്ഞ് ഡോർ അടയ്ക്കും. അവർ അടയ്ക്കില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? ഇപ്പോൾ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവർ സാധാരണക്കാരുടെയൊക്കെ ഒരു സ്വഭാവമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോയിൻമെൻ്റ് ഇല്ലാതെ നിങ്ങൾ വീട്ടിൽ കയറി ചെന്നാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം അവർ വല്ല ഭക്ഷണം കഴിക്കാനോ പിടിക്കാനോ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത്. യു ഹാവ് നോ റൈറ്റ് ടു ബാർജ് ഇൻ ടു ദെയർ പ്രൈവസി. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ അത് കോമൺ ആയി കഴിഞ്ഞു. ഇവിടെ അങ്ങനെ ആകുമായിരിക്കാം. ഏതായാലും അതിൽ ഗഡ്കരി നമ്പർ 1 ആയിട്ട് നിൽക്കുന്നു. സൗമ്യമായിട്ട് ഹൃദയത്തോട് സംസാരിക്കും. അനാവശ്യമായ വെല്ലുവിളിയോ സംഗതിയോ. അതെ, അത് ഞാൻ ചോദിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കേന്ദ്രമന്ത്രിസഭയിലുള്ള എല്ലാവരും സമകാലിക വർത്തമാനകാല രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരിക്കാറുണ്ട്. പക്ഷെ ഗഡ്കരി അങ്ങനെയൊന്നും പറഞ്ഞു കാണുന്നില്ല. അദ്ദേഹം RSSകാരനല്ലേ? ചോദിച്ചാൽ പ്രതികരിക്കും. ആളുകളെ വിളിച്ചു കൂട്ടി പ്രതികരിക്കുന്ന ഏർപ്പാടൊന്നും വിളിക്കില്ല. വഴിയിൽ നിന്ന് ബൈറ്റ് കൊടുക്കുക, അങ്ങനെ ഏർപ്പാടൊന്നുമില്ല. ചോദിച്ചാൽ പുള്ളി മറുപടി. ഇപ്പോൾ മോസ്റ്റ് കോൺട്രവേഴ്സ്യലായിട്ട് രാമജന്മഭൂമി ഇതിലൊക്കെ പുള്ളി മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മറുപടിയിൽ പുള്ളി ഫേമാണ്, പക്ഷേ വളരെ സോഫ്റ്റായിട്ടേ സംസാരിക്കുകയുള്ളൂ. നല്ല വാക്കുകളിലായിരിക്കും മറുപടി. മുഖത്തടിക്കുന്ന പോലെ മറുപടി കൊടുക്കുക, എന്നിട്ട് നേടണ്ട. അങ്ങനെയാണ്. ചിരിക്കാത്ത ഒരു ഗഡ്കരിയുടെ ചിത്രം കണ്ടിട്ടില്ല.
ഉണ്ട്. ശരിക്കും അത് ഗൗരവമായിട്ടിരിക്കുന്ന ഫയൽ നോക്കുന്ന, ലോക്സഭയിലിരിക്കുന്ന, അങ്ങനെ ഫോട്ടോസൊക്കെ ഉണ്ട്. ഫോട്ടോസൊക്കെ ഉണ്ട്. പക്ഷെ ഫോട്ടോ എടുക്കുന്നു എന്നറിഞ്ഞ് പുള്ളി മുഖം ഉയർത്തി കഴിഞ്ഞാൽ പുള്ളിയുടെ മുഖത്തൊരു ചിരി. BJP എനിക്ക് തോന്നുന്നു ഏറ്റവും സ്വീകാര്യനായ, മോദിയൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യനായ പോപ്പുലറായ ഒരു നേതാവ്. അയ്യോ, അങ്ങനെയില്ല. ഇപ്പോൾ ഡോക്ടർ ജയശങ്കർ ഈക്വലി അക്സെപ്റ്റബിൾ ആണ് പാർട്ടിക്കുള്ളിൽ. നിർമ്മല സീതാരാമൻ അക്സെപ്റ്റബിൾ ആണ്. ഹർദീപ് സിംഗ് പുരി അക്സെപ്റ്റബിൾ ആണ്. ജനറൽ VK സിംഗ് അത് ഇത്തവണ മത്സരിക്കുന്നില്ല. ബട്ട് ഹി വാസ് വെരി പ്യാരാ ആദ്മി എന്ന് നമ്മൾ പറയുമല്ലോ. ഭാവിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് സാധ്യതയുള്ള ആളാണോ? ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഐ ഡോണ്ട് ഫൈൻഡ് എനി റീസൺ. കാരണം മോദി ഈസ് ഹെൽത്തി ഇനഫ്. രണ്ടാമതൊരു പ്രധാനമന്ത്രിയെ പറ്റി ആലോചിക്കേണ്ട ഒരവസ്ഥയായിട്ടില്ല. രണ്ടാമതൊരു പ്രധാനമന്ത്രിയെ പറ്റി ആലോചിക്കേണ്ട അവസ്ഥയാകുമ്പോൾ ഗഡ്കരിക്ക് എത്ര പ്രായമായി കാണും എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. പ്രായം എല്ലാത്തിനെയും കടത്തി വിട്ടുമല്ലോ. സർവ്വതാ യോഗ്യനായ ഒരാളാണ്. തീർച്ചയായിട്ടും യോഗ്യനായ ഒരു മനുഷ്യനാണ്. അത് പലർക്കും ഈ റൈറ്റ് വിങ്ങിലുള്ള പലരും ധരിക്കുന്നത് ഗഡ്കരി ഇങ്ങനെ ഈ അഡ്മിനിസ്ട്രേഷൻ നമ്പർ 1 ആണെങ്കിലും ബാക്കി പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ പുള്ളി വീക്കാണ്. അങ്ങനെയൊന്നുമല്ല. ഹി നോസ് പൊളിറ്റിക്സ്, ഹൗ ടു ഹാൻഡിൽ പൊളിറ്റിക്സ്. അതിന് കാലനാണ് പുള്ളി. വളരെ സമർത്ഥനാണ്. കിസ്സിഞ്ചറെ പോലെ ശത്രുക്കളെ പോലും തൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവരാനൊക്കെ ആയിട്ടുള്ള സാമർഥ്യമൊക്കെ ഗഡ്കരിക്കുണ്ട്. ഏതായാലും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കാര്യത്തിൽ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇതുവരെ ആർജിച്ചതിനേക്കാളും വലിയ നേട്ടമാണ് ഗഡ്കരി അദ്ദേഹത്തിൻ്റെ കാലത്ത് ചെയ്തത്. അസാമാന്യമായ നേട്ടമാണ്. ഗഡ്കരി മന്ത്രിയാവുന്ന കാലത്ത് 2014 അദ്ദേഹം ടേക്ക് ഓവർ ചെയ്യുമ്പോൾ നാഷണൽ ഹൈവേ ഒരു ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് 3 കിലോമീറ്ററാണ്. ഇന്നത് 68 കിലോമീറ്ററാണ് പെർ ഡേ. എന്നുവെച്ചാൽ ഏകദേശം എറണാകുളം ആലപ്പുഴ റോഡ് ഒറ്റ ദിവസം കൊണ്ട് തീർക്കും. നിശബ്ദനായിരുന്നു റോഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു പത്രം എഴുതിയത്, ഹൈവേ മാൻ ഓഫ് ഇന്ത്യ. അല്ല, ഈ റോഡ് ഉണ്ടാക്കുന്നത് കൊണ്ടുള്ള ഗുണം നോക്കുന്നത്, ഇപ്പോൾ നമ്മൾ എറണാകുളം ബൈപ്പാസ് വന്നു, വർഷം കുറേയായി. അതോടെ എന്ത് സംഭവിച്ചു? അരൂർ വാസ് കണക്റ്റഡ് ടു എറണാകുളം ത്രൂ ദ ബൈപ്പാസ്. എത്ര പേര് എറണാകുളത്ത് വന്ന് ജോലി ചെയ്തിട്ട് തിരിച്ചു പോകാൻ തുടങ്ങി. മറ്റേതെന്ന് പറഞ്ഞാൽ കായലും സംഗതിയൊക്കെ കിടന്നിട്ട് ഇടക്കൊച്ച് കഴിക്കുന്ന നടക്കില്ലപ്പം. എറണാകുളത്ത് ജോലി അവിടം വരെ എങ്ങനെ പോകും? ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ബട്ട് ഈ കണക്ടിവിറ്റി വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ എറണാകുളത്ത് പോയി ചായ കുടിച്ചിട്ട് വരാം. മനോരമയുടെ സ്റ്റുഡിയോ എവിടെയാണ്? അരൂരാണ്. മനോരമ വിഷൻ്റെ ഹോൾ സ്റ്റുഡിയോ സെറ്റപ്പ് അരൂരാണ്. ബിക്കോസ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു കൊച്ചി. അതുകൊണ്ട് ഹൈക്കോടതി, ജില്ലാ കളക്ടറേറ്റ്, ഇത് വാർത്തയുണ്ടാവുന്ന സ്ഥലമുണ്ടല്ലോ, ഇതെല്ലാം വളരെ അടുത്തായി മനോരമയെ സംബന്ധിച്ചിടത്തോളം. സോ അതാണ് ഈ റോഡിൻ്റെ പ്രയോജനം. ആ റോഡോടുകൂടി കടകളായി, കമ്പോളമായി, അതായി ഇതായി വയറ് നിറയാൻ തുടങ്ങി. വയറ് നിറയുമോ? റോഡ് കൊണ്ട് നിറയും. റോഡ് ഉണ്ടായാലേ വയറ് നിറയുള്ളൂ. അല്ലെങ്കിൽ പട്ടണം കിടക്കുകയായിരുന്നു അപ്പുറത്ത്, കായലിൻ്റെ അപ്പുറത്ത്. ഏതായാലും ഗഡ്കരി ഈ പറഞ്ഞതുപോലെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ 10 വർഷം കഴിയുന്ന മോദി സർക്കാരിൻ്റെ ചിറകിലെ ഒരു സുവർണ്ണ നക്ഷത്രം തന്നെയാണ്. തീർച്ചയായും.